അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചെറിയ പൂച്ച, സംസാരിക്കാൻ കഴിയാത്ത, സ്വന്തം വിശപ്പ് പറയാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി. എന്നാൽ ആ ചെറിയ പൂച്ചയോട് കാണിച്ച ക്രൂരത കാരണം ഒരു സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചുവെന്ന് നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം പൂച്ച അശുദ്ധമല്ലെന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇസ്ലാം ഒരു ചെറിയ ജീവിയെക്കുറിച്ച് ഇത്ര വ്യക്തമായി സംസാരിച്ചത്? ഇന്ന് സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, അബൂ ദാവൂദ്, തിർമിദി, നസാഇ എന്നിവയിലെ സഹീഹ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സത്യം മനസ്സിലാക്കാം. ഒരു ദിവസം ഒരു പൂച്ച വെള്ളപ്പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചു. അത് കണ്ടവർക്ക് സംശയം തോന്നി, ഈ വെള്ളം ഇനി ഉപയോഗിക്കാമോ? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ലൈസത് ബിനജസ്, ഇന്നഹാ മിനത്ത് തവ്വാഫീന അലൈക്കും വത്തവ്വാഫാത്ത്. പൂച്ച അശുദ്ധമല്ല, അത് നിങ്ങളുടെ ഇടയിൽ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവികളിലൊന്നാണ്. എത്ര മനോഹരമായ പഠിപ്പിക്കൽ! മനുഷ്യരുടെ ജീവിതം പ്രയാസപ്പെടുത്താനല്ല, എളുപ്പമാക്കാനാണ് ഇസ്ലാം വന്നത്. പക്ഷേ ഇനി കേൾക്കാൻ പോകുന്ന ഹദീസ് ഓരോ മുസ്ലിമിൻ്റെയും ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഖലത് ഇംറഅത്തുൻ നാറ ഫീ ഹിർറത്തിൻ. ഒരു സ്ത്രീ ഒരു ചെറിയ പൂച്ചയെ കെട്ടിയിട്ടു. ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, ഭൂമിയിൽ നിന്ന് ആഹാരം തേടി കഴിക്കാനും അനുവദിച്ചില്ല. അവസാനം ആ പൂച്ച മരിച്ചു. അതിൻ്റെ പേരിൽ ആ സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചുവെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ചെറിയ ജീവിയുടെ അവകാശത്തിനും വലിയ വിലയുണ്ട്. പക്ഷേ ഇസ്ലാം ശിക്ഷയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നില്ല, കരുണ കാണിക്കുന്നവർക്ക് സന്തോഷവാർത്തയും നൽകുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ കുല്ലി കബിദിൻ റത്ബത്തിൻ അജ്ർ. ജീവനുള്ള എല്ലാ സൃഷ്ടികളോടും ചെയ്യുന്ന നന്മയ്ക്ക് പ്രതിഫലമുണ്ട്. ഒരു പാത്രം വെള്ളം, അല്പം ഭക്ഷണം, ഒരു ചെറിയ കരുണ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ അമലുകളായിരിക്കാം. പൂച്ചകളെക്കുറിച്ചുള്ള ഹദീസുകൾ മാത്രമല്ല, എല്ലാ ജീവികളോടും കരുണ കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പൂച്ചകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട ഒരു മഹാനായ സഹാബിയുണ്ട്. അദ്ദേഹമാണ് അബൂ ഹുറൈർ റളിയല്ലാഹു അൻഹു. ഹുറൈർ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ചെറിയ പൂച്ച എന്നാണ്. അദ്ദേഹം ഒരു പൂച്ചക്കുട്ടിയെ വളരെയധികം സ്നേഹിക്കുകയും അതിനെ കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യുമായിരുന്നു. അത് കണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്നേഹത്തോടെ അബൂ ഹുറൈർ എന്ന് വിളിച്ചത്. പിന്നീട് ആ പേരിലൂടെയാണ് അദ്ദേഹം ലോകമെമ്പാടും അറിയപ്പെട്ടത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പൂച്ചകളെ സ്നേഹിക്കുന്നതിൽ ഇസ്ലാം വിലക്ക് കൽപ്പിച്ചിട്ടില്ല എന്നതാണ്. എന്നാൽ ആ സ്നേഹം ഉത്തരവാദിത്തത്തോട് കൂടിയതായിരിക്കണം.
പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് പൂച്ചകളെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് കരുണയുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും സന്ദേശമാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് പൂച്ച അശുദ്ധമല്ലെന്ന് പഠിപ്പിച്ചു, മറ്റൊരു ഭാഗത്ത് ഒരു പൂച്ചയോട് ക്രൂരത കാണിച്ചതിൻ്റെ പേരിൽ ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെട്ടതായി മുന്നറിയിപ്പ് നൽകി. അതോടൊപ്പം എല്ലാ ജീവികളോടും കരുണ കാണിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ടെന്നും പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വിശന്നോ ദാഹിച്ചോ ഒരു പൂച്ചയെ കണ്ടാൽ കഴിയുമെങ്കിൽ അതിനൽപ്പം ഭക്ഷണവും വെള്ളവും നൽകാം. ചെറിയ ഒരു കരുണ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തായ ഒരു സൽക്കർമ്മമായിരിക്കാം. അള്ളാഹു നമ്മെ എല്ലാ സൃഷ്ടികളോടും കരുണ കാണിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.